ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഹാമ്പേഴ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഓവറായിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകും. തലേദിവസം രാത്രി നല്ലോണം ലേറ്റായിട്ടായിരുന്നു നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ നേരത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹാമ്പേഴ്സും എല്ലാം ട്രോളിയൊക്കെ എടുത്തിട്ട് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ബ്രൈഡിനത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് സെക്ഷനാണ്, നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ മലബാറുകാർ ഫുഡിനൊട്ടും ആർക്കും വിട്ടുകൊടുക്കാറില്ലല്ലോ. അങ്ങനെ പിന്നെ അതേ ഓരോ ടീംസായിട്ട് ഫുഡിന് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനത് ട്രോളിയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്വീറ്റ്സും കാര്യങ്ങളും ഫോണും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏരിയ മലബാർ സൈഡിലോട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഹാമ്പേഴ്സൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാനിവിടെ നമ്മുടെ എറണാകുളം ഈ സൈഡിലോട്ടൊന്നും ഈ ഒരു പരിപാടി കണ്ടിട്ടില്ല. ഇവിടെ മറ്റൊരു വളയിടൽ ചടങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ സംഭവമൊക്കെയാണ്. അങ്ങനെ ഇവിടെ അതേ ഓരോരുത്തരും ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. നല്ലോണം വിശക്കുന്നു. എൻ്റെ ഈ എല്ലാ ഔട്ട്ഫിറ്റ് ഞാൻ കോട്ടക്കിലൊരു ബൊട്ടീക്ക് നിന്നാണ് കേട്ടോ പർച്ചേസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അടച്ച ഷോപ്പൊക്കെ തുറപ്പിച്ചിട്ടാണ് ഞാനിത് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഡ്രസ്സ് എടുക്കൽ നമ്മുടെ ബ്രദറിൻ്റെ കല്യാണമൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് കിട്ടിയ ഒരു ഔട്ട്ഫിറ്റൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വീട്ടിലെത്തിയിട്ട് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ആ ഡാൻസൊന്നും പിന്നെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം ഡാൻസൊക്കെ കളിച്ചിരുന്നത് വലിയമായിരുന്നു. അപ്പോൾ പിന്നെ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ.